നമ്മളിപ്പോൾ നടൻ സിദ്ദിഖിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസുമായി ഇപ്പോൾ സംസാരിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹത്തോട് അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പീൽ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന നിലയിൽ അപ്പീൽ തന്നെയാണ് ഇനിയുള്ള നടപടിക്രമം. സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്. ഉത്തരവിന്റെ പകർപ്പ് വന്നതിന് ശേഷം അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതായത് ഈ ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ അപ്പീലുമായി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതേസമയം 376 വകുപ്പ് പ്രകാരം ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, അതായത് സുപ്രീം കോടതിയിൽ ഒരു കേസ് മുൻകൂർ ജാമ്യ ഹർജി ഒരു അപ്പീൽ ഫയൽ ചെയ്താൽ അതിലൊരു തീരുമാനമാകും വരെ സാധാരണഗതിയിൽ അന്വേഷണ സംഘം കാത്തിരിക്കാറില്ലേ, അറസ്റ്റിലേക്ക് കടക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, പക്ഷേ 376 പോലെയുള്ള വകുപ്പുകൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങളടക്കം നമ്മളോട് പറയുന്നത്. അതായത് സിദ്ദിഖിന്റെ അറസ്റ്റ് ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു നിയമപരമായ തടസ്സവുമില്ല. അതാണ് അറസ്റ്റിന്റെ സജീവ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സിദ്ദിഖ് ഒളിവിൽ എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്ന. അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. പടമുകളിലെ വീട്ടിൽ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ഇല്ല. ഇടത്തലയിൽ ഒരു വീടുണ്ട്, അവിടെയും അദ്ദേഹമില്ല. രണ്ട് സ്ഥലത്തും സിദ്ദിഖില്ല, അദ്ദേഹം ഒളിവിൽ എന്ന് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘവും വിലയിരുത്തുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു സിദ്ദിഖ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിയുന്നത് ജാമ്യം തേടി, മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ്, അവരത് പരിശോധിച്ചു വരുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നിയമവിദഗ്ധ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇത് വളരെ സ്ട്രോങ് ആയ വളരെ ഗൗരവമുള്ള ഒരു കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നല്ലേ നമ്മൾ ഈ ഹൈക്കോടതി ഉത്തരവോടെ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല, കേസിന്റെ തന്നെ വളരെ എന്താ പറയാ ഇമ്മച്വർ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് കേസ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നോട്ടീസ് കൊടുത്ത് അക്യൂസ്ഡ് ആയിട്ട് ആരോപിക്കപ്പെട്ട ആളെ ഇവിടെ 1-2 വട്ടം സംസാരിക്കാനും അങ്ങനെ അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും എന്തെങ്കിലും ലീഡ് കിട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള യാതൊരു സൗകര്യവും ഉണ്ടായിട്ടില്ല ഈ കേസിൽ. അപ്പം ഇങ്ങനെ ഒരു FIR ഉണ്ട് എന്ന് കണ്ട വഴിക്ക് നേരെ ജാമ്യത്തിലേക്ക് പോവുകയും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇന്നലെ വരെ ഇവിടെ ഉണ്ടാവുകയും പിന്നെ അദ്ദേഹത്തിന് സഹോദരനൊക്കെ വക്കീലാണല്ലോ, അപ്പോൾ ഒരുപക്ഷെ ഇനി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയിൽ മാറി നിൽക്കുകയൊക്കെ ചെയ്യായിരിക്കും. അതൊക്കെ അവരുടെ അവകാശമാണ്. കാരണം ബെയിൽ ഈസ് എ റൈറ്റ് ആൻഡ് ബെയിൽ ഈസ് എ എക്സെപ്ഷൻ എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അവകാശമാണ് ബെയിൽ. പക്ഷേ അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്തരം അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളെയും പ്രത്യേകിച്ച് അതിജീവിതമാരുടെ മേലിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പെട്ടെന്ന് അങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങോട്ട് നിൽക്കുകയില്ല. വിദേശത്തോ ജോർജിയയിലോ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് ഞാൻ വരില്ല, എന്നെ വന്നാൽ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഗതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൊബൈൽ ഫോൺ ക്ലിയർ ചെയ്യൽ, അങ്ങനെ പലതൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ, ടാമ്പറിംഗ് വിത്ത് എവിഡൻസ്, ഇൻഫ്ലുവൻസിംഗ് ദ വിറ്റ്നസസ്, ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം കോടതി കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം പ്രത്യേകിച്ച് ക്ഷേമ കമ്മിറ്റി പോലെയുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ട് അതിലും ഒരു ഇനിയും ഉണ്ടായില്ല, അവരെ വീണ്ടും വിട്ടുകളഞ്ഞു എന്നൊക്കെ രീതിയിൽ ഇനിയും ഒരുപാട് ആൾക്കാർ സമീപിക്കുന്നുണ്ടല്ലോ, മൊഴി പറഞ്ഞുകൊണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു കീഴ്വഴക്കമായി എല്ലാവരും ഇങ്ങനെ ജാമ്യം എടുത്ത് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു MLA ക്ക് ജാമ്യം കിട്ടിയ പോലെയല്ല. കാരണം അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതുപോലെ തന്നെ സർക്കാരിനും ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഒരു MLA കാണാനില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇദ്ദേഹത്തെ പോലെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല മാഡം, ഇദ്ദേഹം ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പരാതി പറഞ്ഞാൽ ആര് കേൾക്കാൻ, എനിക്കെതിരെ പരാതി പറഞ്ഞാൽ ആര് കേൾക്കാൻ എന്ന് അതിജീവിതയോട് ചോദിച്ചു എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം അപ്പോൾ മുതൽ ഉയർത്തുന്നയാളാണ്. അധികാരം സിനിമാ സംഘടനയിലെ വലിയ പ്രബല സാന്നിധ്യമാണ്. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ വലിയ സ്വാധീനമുള്ളയാളാണ്. പുറത്ത് നിൽക്കുന്നത് ഈ കേസിനെ അങ്ങേയറ്റം ദുർബലമാക്കുമെന്ന ബോധ്യം കോടതിക്കുണ്ട്. അപ്പോൾ SITയും ആ ബോധ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നൊരു സന്ദേശം കൂടി ഇതിലില്ലേ?
ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ SITക്ക് വേണ്ടി ആണല്ലോ അവരെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇത്തരം വിഷയങ്ങൾ സംഭവിക്കാതിരിക്കാനും കൂടിയാണ് കോടതി ഇത്രമേൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം പോലീസിനാണ് ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനാണ് ഇനി കാര്യങ്ങളെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്ക് അക്യൂസ്ഡ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ലീഡ് പോലും ഇല്ലാതെ എങ്ങോട്ട് പോകും, അവര് എവിടെയൊക്കെ തപ്പും. അതുകൊണ്ട് കയ്യിൽ ഉള്ള ആളുകളെ ഒരിക്കലും വിട്ടുകളയാൻ തയ്യാറാവില്ല. അത്രമേൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസും കൂടിയാണിത് എന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ജാമ്യം തള്ളിയതോടെ അന്വേഷണ സംഘം അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. സിദ്ദിഖിന്റെ അറസ്റ്റിനുള്ള സാധ്യത ഏറിയിട്ടുണ്ട്. സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന വിവരമാണ് വരുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വീട്ടിലില്ല. സിദ്ദിഖിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് കോടതിയും വിലയിരുത്തുന്നുണ്ട്. അതിജീവിതയുടെ മൊഴി തള്ളിക്കളയേണ്ടതല്ല, അവിശ്വസിക്കേണ്ടതല്ല എന്ന് കോടതി വിലയിരുത്തുന്നു. സിദ്ദിഖ് മേൽക്കോടതിയിലേക്ക് പോകാൻ നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും, അതിനുള്ള നടപടിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കൊച്ചിയിലെ 2 വീട്ടിലും സിദ്ദിഖില്ല, ഒളിവിലാണ് എന്ന് വേണം കരുതാൻ. അന്വേഷണ സംഘം യോഗം ചേർന്ന് ഒരു പക്ഷേ തുടർ നടപടികൾ എന്തൊക്കെ എന്നതിൽ തീരുമാനമെടുക്കുമായിരിക്കും. വളരെ ഗൗരവമുള്ള ഒരു കേസ് പ്രഥമ ദൃഷ്ട്യാ സിദ്ദിഖിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി നിരാകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ